അപ്പോൾ ഈ ഒരു വർഷം ഐഫോൺ 15 നിങ്ങൾ എടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കുറേ അധികം ഡൗട്ട്സ് ഉണ്ട്. ഈ ഒരു ഫോൺ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, ക്യാമറ എങ്ങനെയുണ്ട്, ക്വാളിറ്റിയുള്ള ഫോട്ടോസ് കിട്ടുമോ? സോ ഈ ഒരു ഡൗട്ട്സ് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ കൂടി മാറ്റാം. സോ ഇന്ന് നമ്മൾ ഐഫോൺ 15 പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോവാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, പേഴ്സണലി എൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ഞാൻ ഈ ഒരു ഫോണിനെ പറ്റി പറയാനായിട്ട് പോകുന്നത്. സോ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി ഈ ഒരു വീഡിയോ ആണ്. വീഡിയോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോട്ട് എടുക്കാം. ഈ ഒരു ഐഫോൺ 15 നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു ഫോണിൻ്റെ കംഫർട്ടാണ്. നമുക്ക് കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു കംഫർട്ട് ഫീൽ അല്ലെങ്കിൽ ഒരു ഇൻഹാൻഡ് ഫീൽ നമുക്ക് ഈ ഒരു ഐഫോൺ 15 തരുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും ബിൽഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ടിപ്പിക്കൽ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് 171 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. സോ ലൈറ്റ് വെയിറ്റ് ആണ് ഫോൺ. ഒത്തിരി വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ 14ഉം 13 ഒക്കെ എടുത്ത് യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 15 കയ്യിലെടുക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ഡിസൈനിൻ്റെ ഭാഗത്തുനിന്ന് വെച്ചാൽ, നമുക്കറിയാം 13ഉം 14ഉം അത്യാവശ്യം നമ്മൾ കയ്യിലൊക്കെ കുറേ നേരം പിടിക്കുമ്പോൾ നമ്മൾ കൈക്കൊക്കെ ചെറിയൊരു പെയിൻ പോലെ ഫീൽ ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു എഡ്ജസും കാര്യങ്ങളും ബോക്സ് ഡിസൈനാണ്, പക്ഷേ എഡ്ജസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഷാർപ്പായിട്ടാണ് ആ ഒരു ഫോണിൽ വച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു 15 വന്നപ്പോൾ ആപ്പിൾ കുറച്ചുകൂടെ ആ ഒരു സൈഡ് എഡ്ജസും കാര്യങ്ങളൊക്കെ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിടിക്കുമ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഡിസൈനിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട്. സോ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇൻഹാൻഡ് ഫീലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഡിസൈനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം 13ലും 14ലും കണ്ടും അടുത്ത അതേ ഡിസൈൻ തന്നെയാണ് 15ലും ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. സോ ഇതൊക്കെയാണ് എനിക്ക് ഡിസൈനെ പറ്റി പറയാനുള്ളത്. പിന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൂടെ ചെയ്യാൻ പറ്റും. സോ ഡിസൈനെ പറ്റി ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഐഫോൺ 14ൽ കണ്ട എക്സാക്റ്റ് ആ ഒരു സെയിം ഡിസ്പ്ലേ തന്നെയാണ്. വേറെ വ്യത്യാസം അല്ലെങ്കിൽ അപ്ഗ്രേഡ്സോ കാര്യങ്ങളൊന്നും ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് ആപ്പിൾ കൊണ്ടുവന്നേയുള്ള ഈ 15 ഐഫോൺ 15ലേക്ക് വരുമ്പോൾ 14 കണ്ട അതേ ഡിസ്പ്ലേ തന്നെയാണ്. വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. OLED സ്ക്രീൻ തരുന്നുണ്ട്, 6.1 ഇഞ്ചാണ്. അതുപോലെ തന്നെ 60 ഹെർട്സ് ആണ് റിഫ്രഷ് റേറ്റ്. അവിടെ ചെറിയൊരു അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ കൊടുക്കാമായിരുന്നു. ഇനി ഒരു 60 ഹെർട്സും വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 60 ഹെർട്സ് ആയിരുന്നാൽ പോലും നമുക്ക് ഫീൽ ചെയ്യില്ല 60 ഹെർട്സിലെ യൂസ് ചെയ്യുന്നത്. നല്ല സ്മൂത്താണ്. ടച്ച് റെസ്പോൺസ് ആയാലും നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു ഡിസ്പ്ലേന്ന്. പിന്നെ ഡിസ്പ്ലേയിൽ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്പിൾ ആ ഒരു നോച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഡൈനാമിക് ഐലൻഡ് ഇനി അങ്ങോട്ട് എല്ലാ ബേസ് വേരിയൻസിനും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഡൈനാമിക് ഐലൻഡ് യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ ചില സമയത്ത് ഈ ഒരു സംഭവം യൂസ്ഫുൾ ആണ്. അതിപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്തേക്കുവാണ്. അതൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ മാറ്റി അങ്ങ് പോവാം. ആ മ്യൂസിക് പ്ലേയിങ് ആപ്പിലൊന്നും കയറുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫുഡോ അല്ലെങ്കിൽ ഊബർ ടാക്സി കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ നമുക്കറിയാതെ ആ ഒരു ഫുഡ് ഇങ്ങനെ കൊണ്ടുതന്നതിൻ്റെ ആ ഒരു സ്റ്റേറ്റസ് അറിയാതെ അത് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ആപ്പിൽ എപ്പോഴും കയറി നോക്കണ്ട, ജസ്റ്റ് ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സോ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സാധനം ചില സമയത്ത് തലവേദനയാവും. അതിപ്പോൾ ഗെയിമേഴ്സിന് മനസ്സിലാവും. കാരണം നിങ്ങളിപ്പോൾ ഏതെങ്കിലും വീഡിയോസ്, ഗെയിമിംഗ് വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്ലാക്ക് ബാർ അവിടെ തന്നെ ഉണ്ടാവും. സോ ഇത് ഡിസപ്പിയർ ചെയ്യാൻ നമുക്ക് ടേൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ ഇത് ടേൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. സോ ആ ഒരു കാര്യം കൊടുത്തിട്ടില്ല. സോ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ നമുക്ക് പറയാം ഓൾമോസ്റ്റ് ഒരു ബെസെൽലെസ് ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. ബെസെൽസിൻ്റെ ഒക്കെ തിക്നെസ് നല്ല രീതിക്ക് തന്നെ ആപ്പിൾ കുറച്ചിട്ടുണ്ട്. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഡിസ്പ്ലേയിലെ പുതിയൊരു അപ്ഗ്രേഡ്സ് എന്ന് പറയാനുള്ളത്. ഇനി ഒരു ഫോണിൻ്റെ മീഡിയ പ്ലേ ബാക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ യൂട്യൂബ് ആയാലും ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഈ ഒരു പ്ലാറ്റ്ഫോംസ്, ഏത് പ്ലാറ്റ്ഫോംസ് ആയാലും നല്ല രീതിക്കുള്ള ഹൈ ക്വാളിറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ഈസിലി സ്ട്രീം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നല്ല ക്വാളിറ്റി മീഡിയ ഔട്ട്പുട്ടാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നമുക്ക് തരുന്നത്. സോ അവിടെ ഒന്നും ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. എന്ന് വെച്ചാൽ 14 കമ്പയർ ചെയ്യുമ്പോൾ ഒരു അപ്ഗ്രേഡ്സും ഇല്ല, എന്നാൽ ഡൗൺഗ്രേഡ്സും ഇല്ല. ആ ഒരു ലെവൽ തന്നെയാണ് ആപ്പിൾ ഈ ഒരു 15ൻ്റെ ഡിസ്പ്ലേയിലും പിടിച്ചു പോയിരിക്കുന്നത്. ഒന്നും കൂടുതലില്ല, കുറവില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാനായിട്ടുള്ളത്. സോ ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ഹൈലൈറ്റ് വരികയാണെങ്കിൽ ആപ്പിളിന് തന്നെ A16 ബാനോൺ ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ ആപ്പിൾ നൽകിയിട്ടുള്ളത്. വിച്ച് ഈസ് എ പവർഫുൾ ചിപ്സെറ്റ്. നല്ല രീതിക്കുള്ള പെർഫോമൻസ് ആ ഒരു ചിപ്സെറ്റ് തരുന്നുണ്ട്.
നല്ല രീതിക്കുള്ള പെർഫോമൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടും. ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ് A16 Bionic എന്ന് പറഞ്ഞ ആ ഒരു ചിപ്സെറ്റ്. ഒരു 4 നാനോമീറ്ററിൻ്റെ ചിപ്സെറ്റാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 6GB റാം വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 128ൻ്റെ 256, അതുപോലെ തന്നെ 512. അവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഏത് ഐഫോൺ ആയാലും, ഇപ്പോൾ 15 ആയാലും ഏത് ഐഫോൺ ചൂസ് ചെയ്യുമ്പോഴും ഒരു ഹയർ സ്റ്റോറേജ് വേരിയൻ്റ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 128 ഒന്നും ഒരിക്കലും തികയാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഓരോ ദിവസം തോറും ആപ്സിൻ്റെ സൈസ് ആയാലും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ 4K 60 FPS ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള സൈസ് എന്തായാലും ആ വീഡിയോയ്ക്ക് വരുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു 128 എന്ന് പറഞ്ഞാൽ സഫീഷ്യൻറ്റ് സ്റ്റോറേജ് ആയിരിക്കില്ല. സോ നിങ്ങൾ മാക്സിമം ബഡ്ജറ്റ് കൂട്ടിയിട്ട് ഹയർ സ്റ്റോറേജ് വേരിയൻ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ഞാൻ സ്റ്റോറേജിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി പെർഫോമൻസായിട്ട് വരികയാണെങ്കിൽ ഗെയിമിംഗ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്മൂത്തായിട്ട് തന്നെ കളിക്കാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങളൊരു കോമ്പറ്റിറ്റീവ് ലെവലിലൊക്കെ ഗെയിമിങ് ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ എടുക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 15 Pro നോക്കാം, 14 Pro നോക്കാം. ഈ ഒരു പ്രോ വേരിയൻസ് ആയിരിക്കും ആ ഒരു ലെവൽ ഓഫ് ഗെയിമിങ്ങിന് നല്ലത്. അത് നിങ്ങൾക്ക് കുറച്ച് കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ ഉള്ളൂവെങ്കിൽ നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പെർഫോമൻസേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. നല്ല രീതിക്കുള്ള പെർഫോമൻസ് എന്തായാലും ഗെയിമിങ് തരുന്നുണ്ട്. അപ്പോൾ BGMI ആയാലും പെസ്സോ ഫ്രീ ഫയർ ഏത് ഗെയിമാണെങ്കിലും സ്മൂത്തായിട്ട് തന്നെ റൺ ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കോമ്പറ്റീറ്റീവ് ലെവലിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു പ്രോ ഗെയിമറൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫോണിൽ ഗെയിമിങ് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി ഹീറ്റിങ്ങിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഹീറ്റിംഗ് ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്ത ഫോൺ എന്തായാലും ഹീറ്റ് ആവും. ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒന്ന് വാമൊക്കെ ആവും ഫോൺ. സോ അതൊക്കെ നോർമലാണ്. ഇനി ഗെയിമൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവർ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് ഉണ്ടോയെന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ വാമാവലുണ്ട്. അതിപ്പോൾ എല്ലാ ഫോൺസിനും ഉള്ളപോലെ തന്നെ ഒരു ഇനീഷ്യൽ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓവർ ഹീറ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ഓവർ ഹീറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. സോ ഹീറ്റ് മാനേജ്മെൻറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഫോൺ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഓവർ ഹീറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. പിന്നെ ഈ ഒരു ഫോൺ ഇപ്പോൾ iOS 18 കറൻ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടും ഇഷ്ടംപോലെ അപ്ഡേറ്റ് വരാൻ കിടക്കുന്നുണ്ട്. സോ അപ്ഡേറ്റ്സിനെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, ഇഷ്ടംപോലെ അപ്ഡേറ്റ്സ് ഇനി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ഇതുവരെ നല്ല പെർഫോമൻസ് ഈ ഒരു ഫോൺ തരുന്നുണ്ടെങ്കിൽ എന്ത് ടാസ്ക് ആണെങ്കിലും സ്മൂത്തായിട്ട് നമുക്ക് ഇപ്പോൾ വീഡിയോ റെൻഡറിങ് ആയാലും വീഡിയോ എഡിറ്റിംഗ് ആയാലും എന്താണെങ്കിലും സ്മൂത്തായിട്ട് തന്നെ നമുക്കിപ്പോൾ ചെയ്തു പോകാം. നല്ല പെർഫോമൻസ് എല്ലാ സൈഡിൽ നിന്നും തരുന്നുണ്ട്. സോ ഇതുവരെ പെർഫോമൻസ് ഒക്കെ ഡീസൻ്റ് ആൻഡ് സോ ഇനി ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അപ്ഗ്രേഡ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു 15 കുറച്ച് അപ്ഗ്രേഡ്സ് 14, 13 എന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു അപ്ഗ്രേഡാണ് ഈ ഒരു ഫോണിൽ നമുക്ക് 48 MP ഒരു മെയിൻ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. സോ പ്രൈമറി ലെൻസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റേതായ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഫോട്ടോസിനും വീഡിയോസിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 12 MP ഒരു അൾട്രാ വൈഡ് സെൻസറുണ്ട്. പിന്നെ സെൻസർ ഷിഫ്റ്റ് ആണ് ഈ ഒരു ഫോണിൽ വരുന്ന ഒരു സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞത്. സോ ഡീസൻറ്റ് സ്റ്റെബിലൈസേഷനാണ്, പറയാതിരിക്കാൻ വയ്യ. അതിപ്പോൾ നിങ്ങളൊരു വീഡിയോ എടുത്ത് നിങ്ങളത് അനുഭവിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആ ഒരു സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന്. പിന്നെ നമുക്ക് വീഡിയോ ക്വാളിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 4K 60 FPS മാക്സിമം നിങ്ങൾക്ക് റിയർ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാം. ഇനി 1080 ആണെങ്കിൽ 240 FPS വരെയുള്ള സ്ലോമോ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഈസിലി ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 12 MP, അവിടെ ഒരു അപ്ഗ്രേഡ്സും കാര്യങ്ങളൊന്നുമില്ല. 12 MP ഒരു സിംഗിൾ ക്യാമറ വരുന്നുണ്ട്. HDR, ഡോൾബി വിഷൻ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 4K 60 FPS 1080 120 FPS ആണ് വീഡിയോ കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഫോട്ടോസും വീഡിയോസും എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിപ്പോൾ നാച്ചുറൽ ലൈറ്റ് ആയാലും നിങ്ങളൊരു ഫിൽറ്റർ ഇടാതെ എടുക്കുകയാണെങ്കിലും നല്ല രീതിക്കുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഫോൺ തരുന്നുണ്ട്. വീഡിയോ ആണെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നമുക്ക്. ഡീസൻ്റ് ആണ് ക്യാമറ ഓവറോൾ പറയുകയാണെങ്കിൽ. നിങ്ങളൊരു വ്ളോഗിങ്ങിനൊക്കെ നിങ്ങളൊരു അത്യാവശ്യം പൈസ കുറഞ്ഞൊരു ഐഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 15 എടുക്കാം. അത്യാവശ്യം നല്ല ക്ലീൻ ക്യാമറ, ആ ഒരു പുതിയ ലെൻസ് വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ലെവലിലൊക്കെ നിങ്ങളൊരു അത്യാവശ്യം ബഡ്ജറ്റിനാണ് നിൽക്കുന്ന ഒരു ഐഫോൺ ഒരു വ്ളോഗിങ് പർപ്പസിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് 15 തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. സോ നല്ല ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടെ ഷെയർ ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഡീസൻറ്റ് ക്യാമറ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫോണിൽ നിന്ന് കിട്ടും. എന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും ഒരു പ്രോ
ഒരു 14 പ്രോ അല്ലെങ്കിൽ 15 പ്രോയിലൊക്കെ കിട്ടുന്ന ആ ഒരു ക്യാമറ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് ഈ ഒരു 15 ഒന്നും പോയി എടുത്തേക്കല്ലേ. സോ ഇതിനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. സോ ആ ഒരു ഇത് വെച്ച് നിങ്ങൾ 15 എടുക്കുക. ഞങ്ങളുടെ ക്യാമറ സാമ്പിൾസ് ഷെയർ ചെയ്തേണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയിലൊക്കെ ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനിൽ എത്തി നിൽക്കുക. എൻ്റെ ഒരു കേസിൽ ഞാൻ ഓക്കെ ആണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ ഭാഗത്ത്. ഇനി ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇച്ചോളം ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്. 3349 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ചെറിയ രീതിക്ക് ബാറ്ററി ബാക്കപ്പിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് 40 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ 20 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതൊക്കെ 20 വാട്ടിൽ എഴിഞ്ഞ് ചാർജ് ചെയ്യാറുള്ള എന്നും ഉണ്ടാവുള്ളൂ. പിന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സെറ്റ് പരിപാടി ആ ഒരു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അവിടെ ഒന്നും ഒരു മാറ്റവും കാര്യങ്ങളൊന്നും വന്നിട്ട്. പിന്നെ നമ്മൾ കുറേ നാൾ ആഗ്രഹിച്ചൊരു ചേഞ്ച് ആപ്പിൾ ഈ ഒരു 15 കൊണ്ടുവന്നിട്ടുള്ളത് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞ ആ ഒരു സാധനം എടുത്ത് കളഞ്ഞിട്ട് ടൈപ്പ് സി പോർട്ടിലായിട്ട് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ ഒത്തിരി സ്പീഡോ കാര്യങ്ങളോ ഫാസ്റ്റ് ചാർജൊന്നും അല്ല, ചെറിയൊരു ഇനീഷ്യൽ ബൂസ്റ്റപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ലൈറ്റ്നിങ്ങിൽ നിന്ന് സീലായിട്ട് മാറിയപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു പവർ ഡെലിവറി ചാർജ് സാംസങ്ങിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള അഡാപ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസിലി ഐഫോൺസും ഇനി ചാർജ് ചെയ്യാനായിട്ട് വരും. ഇതൊരു ബാറ്ററി ബാക്കപ്പിന് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ നല്ല വലിയ ബാറ്ററി കൊടുത്തല്ല, വലിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. 14 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഫാർ ബെറ്റർ എന്ന് ഞാൻ പറയും. കുറച്ചാണെങ്കിൽ കൂടുതൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. സോ അവിടെയൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ബാറ്ററിയും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ പറയും. ഇനി ഓവറോൾ ഈ ഒരു ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഡിവൈസാണ്. ഈ ഒരു 2025 നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. സോ നിങ്ങൾക്ക് ഒരു പ്രോ വേരിയൻസ് നോക്കാനുള്ള ഒരു നോർമൽ ഒരു ബേസ് വേരിയൻ്റ് ഐഫോണൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു iPhone 15 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, നല്ല ഓപ്ഷനാണ്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ പുതിയ ആപ്പിൾ ഇൻ്റലിജൻസും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ കിട്ടുന്നില്ല. നല്ലൊരു ഫോണാണ്, ഡീസൻ്റായിട്ട് നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ ലോങ് ടൈമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പ്ലാനുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ എടുക്കാം. അല്ല നിങ്ങൾക്ക് ആ ഒരു ആപ്പിൾ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും iPhone 16 സീരീസ് നോക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാനായിട്ട്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു 15 പറ്റി പറയാനുള്ളത്. ഡീസൻറ്റ് ഫോണാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം, നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. സോ ഞാൻ കാണുന്നതിനനുസരിച്ച് റിപ്ലൈ തരുന്നുണ്ടാവും. സോ ഇതിൽ മികച്ചൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രോം ടെക് സ്പോർട്ട്. ഗുഡ് ബൈ.